ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ കാര്യകാരണങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കുറേ പേരെങ്കിലും എൻ്റെ ഒരു ഏജ് ഉള്ളവരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനിയും കല്യാണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളുണ്ടാവുമായിരിക്കാം. അങ്ങനെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കാണുന്നുണ്ട്. എനിവേ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ആ ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ, അതായത് ഇപ്പോൾ ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കല്യാണം കഴിച്ച് ഏർലി മാരേജ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമയം കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ഇടപഴകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അവരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ പലരും പല പല കാര്യങ്ങൾ പറയാനും വിഷമങ്ങൾ അറിയിക്കാനും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ചോദിച്ചുകൊണ്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും അതല്ല, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിലും അങ്ങനെ ഇമെയിൽ അയച്ചിട്ട് അങ്ങനെ പറയുന്ന കുറേ പേരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇത് നേരത്തെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷെ ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം ഒത്തുവന്നത്. ഈ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറയുന്നതാണ്. പക്ഷെ ഇത് തിരിച്ചും ബാധകമാണ്. അതായത് ഒരു പുരുഷന് സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമുക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഇങ്ങനെ ടോക്സിക് ആവാൻ ചാൻസ്, അവർ ടോക്സിക് ആവാൻ ചാൻസ് എന്നല്ല, അവർ ഓൾറെഡി ടോക്സിക് ആയിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് നേരത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർ കോൺസ്റ്റന്റ്ലി വോൺസ് പ്രൈസ്, അതായത് എപ്പോഴും നമ്മൾ അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്, നിങ്ങൾ എന്ത് പെർഫെക്റ്റ് ആണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, നിങ്ങൾ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഹാൻസം ആണ്, ഇങ്ങനെ നമ്മളെപ്പോഴും അവരെ കുറിച്ച് ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. അതായത് നമ്മൾ മാത്രമല്ല, ചിലപ്പോൾ അവരുടെ കൂടെ ഇടപഴകുന്ന എല്ലാ ആളുകളിൽ നിന്നും അവരിങ്ങനെ ഇത് എപ്പോഴും എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ലാക്ക് ഓഫ് എമ്പതി. എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷമം മറ്റൊരാൾ കാണുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കുള്ള വിഷമമായിട്ട് കണ്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എമ്പതി ഒട്ടും ഉണ്ടാവത്തില്ല. ഇപ്പം അവർ നിങ്ങളോട് കാണിക്കുന്നതിനപ്പുറം അവര് വേറെ ആളുകളോട് അവരിടപഴകുന്ന അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അവരുടെ ഫാമിലിയുടെ അടുത്തോ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഇവരെങ്ങനെയാ അവർ കാണുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുവാണ്. അവര് എംപതറ്റിക് ആയിട്ടാണോ അവരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ എല്ലാം ബ്ലെയിം അവരിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പതി, കഷ്ടം എന്ന് മാത്രം പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറത്തോട്ട് അവരെന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? നിങ്ങളെയും ഇതുപോലെ തന്നെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഏർലി മാരേജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് നമ്മുടെ പല നാടുകളിലും ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ബില്ലാണെങ്കിലും ഫസ്റ്റ് 3 months ഒരു നമുക്ക് ഒരു പ്രസവരക്ഷയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചില നാടുകളിൽ വൈഫിന്റെ വീട്ടുകാരായിരിക്കും അത് ചെയ്യുന്നത്, ആദ്യത്തെ കുട്ടിയുടെ കാര്യങ്ങൾ. പക്ഷെ ചില നാടുകളിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിരിക്കും അത് ചെയ്യുന്നത്. അവർ കൊണ്ടുവന്ന് അവർ കണ്ടിട്ട് അവർ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് പോകും, 3 മാസം നന്നായിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വൈഫിനെയും കുഞ്ഞിനെയും. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് നാട്ടിലെ എന്ത് തരം സിസ്റ്റം ആണെങ്കിൽ പോലും ചില ആൾക്കാരുണ്ട്, ചില ഹസ്ബൻഡ് ചിലപ്പോൾ അവർ പറയും നാട്ടു നടപ്പനുസരിച്ച്, ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ചിട്ട് നിങ്ങളാണ് അതൊക്കെ നോക്കേണ്ടത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ എന്ത് വിഷമം തോന്നുന്നൊരു കാര്യമാണ് അല്ലേ. അതായത് ആളുടെ കുട്ടിയാണ്, ആളുടെ ഭാര്യയാണ് ഡെലിവറി, ഒന്നെങ്കിൽ സി സെക്ഷൻ ആയിരിക്കാം. നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതായത് അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് സ്ത്രീകളുടെ വീട്ടുകാരാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതായത് ചിലപ്പോൾ ബില്ലടയ്ക്കാൻ ഹസ്ബൻഡിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അടച്ചോളും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവളുടെ അമ്മയും സഹോദരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത്. അപ്പം അവരൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബില്ലടയ്ക്കാൻ സമയമായപ്പോൾ പുള്ളി ബില്ല് പോലും അടയ്ക്കാൻ തയ്യാറാണ്ട് പോവുകയാണ്. ആ അമ്മയുടെ കഴുത്തിൽ കിടന്ന മാല ഊരി കൊടുത്തിട്ടാണ് അവർ അന്നത്തെ ബില്ല് അടച്ചിട്ട് കുഞ്ഞിനെയും അമ്മേനെയും കൂടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി അല്ലേ. ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കല്യാണം കഴിയുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇതൊക്കെ അയാൾ പറഞ്ഞത് ചിലപ്പോൾ ആ സിസ്റ്റം ആയിരിക്കും. സിസ്റ്റത്തിനൊക്കെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ ഭാര്യയോടും അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോടും കുഞ്ഞിനോടും ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലേ. സിസ്റ്റം എന്തോ ആയിക്കോട്ടെ, എൻ്റെ ഭാര്യനെ നോക്കേണ്ട കടമ എനിക്കാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന അങ്ങനെ ഒരാളാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനപ്പുറം അങ്ങനെയാണല്ലോ ഒരു പാർട്ട്ണറിനോട് ആ ഒരു പാർട്ട്ണർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് നേരത്തെ തന്നെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വലിയ സിറ്റുവേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അവർ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, വയ്യാത്തവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു ബിഹേവിയർ ആണ് കൺട്രോളിങ്.
അതായത് നമ്മൾ ഇന്ന ഡ്രസ്സ് നമ്മൾ ഇടാൻ പാടില്ല, ഇന്നടത്ത് നമ്മൾ പോകാൻ പാടില്ല, നമുക്കൊരു ഓഫ് കിട്ടി കഴിഞ്ഞാൽ എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കണം, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്കെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു തെറ്റായ ഒരു ധാരണയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡിനും കുഞ്ഞിനും വീടിനും വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ ത്യജിച്ചു വെക്കണം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷെ അതിനപ്പുറത്തോട്ട് ഫ്രണ്ട്സുമായിട്ടൊരു അവർക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാനും ഫ്രണ്ട്സുമായിട്ട് അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ഇത് സംസാരിക്കാനും അതിനൊക്കെ ഒരു സമയം വേണമെന്ന് എല്ലാ സ്ത്രീകളും, ഞാൻ എസ്പെഷ്യലി ഞാൻ പോലും ആഗ്രഹിക്കും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുമായിട്ട് അവളോടൊപ്പം പോയിരുന്ന് അവളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും അവൾ ഒരു സൊല്യൂഷനൊക്കെ അവളിൽ നിന്ന് കിട്ടാനും അല്ലെങ്കിൽ അവളോട് തിരിച്ച് എൻ്റെ കാര്യങ്ങളൊന്ന് പറയാനും ഒക്കെ ഞാനും ആഗ്രഹിക്കും. അതാണ് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഹസ്ബൻഡുമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ അതായത് അവരുടെ കല്യാണം കഴിഞ്ഞോ, നമ്മൾ ആ വീടും കുട്ടികളും അവരുടെ കാര്യങ്ങളും നോക്കി വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഇരുന്നോണം. അതിനപ്പുറത്തോട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നതിനോടൊന്നും അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പൊ ഈ കല്യാണത്തിന് മുമ്പേ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവരിങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും. അതായത് നീ ഇപ്പൊ എവിടെ പോയി, നീ ഏത് ഡ്രസ്സ് ഇട്ടിട്ടാ പോയത്, ആരുടെ കൂടെയാ പോയത്, അമ്മയുടെ കൂടെയാണോ പോയത്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, കല്യാണം കഴിക്കാൻ ആ കുഞ്ഞു പ്രായത്തിലുള്ള 21 വയസ്സിലൊക്കെയുള്ള കുട്ടികൾ വിചാരിക്കും, ഓ ഏട്ടായി എന്ത് സ്നേഹമാണ്, ഏട്ട ഭയങ്കര കരുതലാണ്, അതിനെ ഒരു റൊമാൻസ് ഫീൽ ആയിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷെ അല്ല, ഇത് ഒരുതരം കൺട്രോളിങ് ബിഹേവിയർ ആണ്. കുട്ടികൾ ഇത് നേരത്തെ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ആ സമയത്തായിരിക്കും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ജയിലിലിട്ടൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഒരു ഡ്രസ്സ്, പിന്നെ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചിലപ്പോൾ ഇന്ന ഡ്രസ്സ് ഇടരുത് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ അവര് വേറെ രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത്, ഓ നോക്കിക്കേ നിന്റെ വയറ് നോക്കിക്കേ ചാടിയിരിക്കുക, നിനക്ക് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ പോലെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. ചിലപ്പോൾ അത്രയും ബോറൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരീരമാണ്. കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങനെ തീരെഴുതി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു രീതിയാണ് സൊസൈറ്റിയുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പൊ കുറെയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ അത് മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ആ സ്വാതന്ത്ര്യം വേറെ ആരും നമ്മൾക്ക് കൽപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കല്യാണത്തിന് മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കൺട്രോളിങ് ബിഹേവിയർ നോട്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ അത് ഒരുപാട് കഷ്ടപ്പെടുത്താൻ പോവാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു ഇതാണ് മാനിപ്പുലേഷൻ ആൻഡ് ഗിൽറ്റ് ട്രിപ്പിംഗ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മേത്ത് അവർ കൈവെക്കുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളെ അടിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് അവരവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ സമയം കളഞ്ഞു, ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നത്, ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, എന്നിട്ട് നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ എൻ്റെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ ഒരടി തന്നതാ, നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എന്നെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ എന്ന് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അതായത് അവർക്കറിയാം അവരടിച്ചത് തെറ്റാണ് എന്ന്, ചിലപ്പോൾ അവർ മനസ്സിലാക്കുകയും കൂടിയില്ല. പക്ഷെ അത് അവർക്ക് നിങ്ങളിൽ ഒരു ഫീല് വരുത്തണം, എന്റെ എന്തോ തെറ്റുകൊണ്ടാണ് ഞാൻ അത് അടിച്ചത്, ഞാൻ അങ്ങനെ അടി കൊള്ളാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഗിൽറ്റി ഫീൽ നിങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാനത് പറഞ്ഞ ഏട്ടായി അടുത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ എന്നെ ഏട്ടായി അടിച്ചത് എന്നൊരു ഫീലിംഗ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അപ്പം ഒരിക്കലും ഒരു കാരണവശാലും കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയും, ഞാൻ നിന്നെ കല്യാണം കഴിച്ചു, നിന്റെ ഭർത്താവല്ലേ, നിന്നെ ഒരു അടി തരാനുള്ള അവകാശം എനിക്കില്ലേ? ഇല്ല, ആർക്കും ഇല്ല. നമ്മളെ അടിക്കാനുള്ള ഒരു അവകാശം വേറെ ഒരാൾക്കും ഇല്ല. നമ്മുടെ ദേഹത്ത് കൈവയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. ആ അടിയും കൊണ്ട് നമ്മൾ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം അതൊക്കെ ചില സ്ത്രീകളുണ്ട്, ചില പെൺകുട്ടികളുണ്ട്, അറിവില്ലായ്മ കൊണ്ടാണോ എന്താണോ ഈ സൊസൈറ്റി നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്ന രീതി അനുസരിച്ച് എല്ലാം അവർ പറഞ്ഞിട്ടേ ചെയ്യാവൂ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമുക്ക് തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് അല്ലേ. കുറെ പേര് എൻ്റെ അടുത്തൊന്നും അങ്ങനെയല്ല, ഞാൻ പറയുവാണ്, കുറെ പേരെടുത്തെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നീ ഇപ്പൊ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് അവൻ സമ്മതിക്കുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, സമ്മതിക്കുവാണെങ്കിൽ മാത്രം പോയാൽ മതി. അവർക്ക്, അതായത് അത്രയും കാലം അവരാണ് നമ്മളെ ഭരിച്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ ഈ ഭരണം വേറൊരാളിലേക്ക് തീരെഴുതി കൊടുക്കുകയാണ്. അതാണ് കല്യാണം, ആ ഒരു ഉടമ്പടി എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെയൊക്കെയുള്ള കാലം കഴിഞ്ഞുപോയി. നിങ്ങളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൈവയ്ക്കാനോ നമ്മളെ ഇങ്ങനെ ഒരു കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്യാനോ, നീ അത് പോകാൻ പാടില്ല, നീ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യവും. നമ്മളെല്ലാവരും അവരെ പോലെ തന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കുടുംബം നോക്കുന്ന, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരാള്. ഈ കല്യാണത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒരു
അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായത്തിൽ ഇതൊരു മ്യൂച്വൽ പാർട്ട്ണർഷിപ്പാണ്. അതായത് രണ്ടുപേരും തുല്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ പരസ്പരം ബഹുമാനിച്ച് സ്നേഹത്തോടെ കഴിയുക. ഒരാൾ മറ്റേ ആളുടെ വികാരത്തിനെ അവരുടെ വികാരത്തിനെയും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം റെസ്പെക്ട് ചെയ്ത് ജീവിക്കുക. ഇതില്ലാതെ നമുക്കൊരു സെക്ഷൽ ലൈഫിൽ പോലും നമുക്കൊരു ഫോഴ്സ്ഡ് സെക്സ് ആണ് പല മാരേജ് ലൈഫിലും നടക്കുന്നത്. അത് മറ്റേ ആൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആള് ഭയങ്കര ടയേർഡാണ്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന് ഒരു വയ്യായിക ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേ ആളില്ല, എനിക്കിപ്പോ അത് വേണം എന്നുള്ള രീതിയിൽ ആ ആളെ ഫോഴ്സ്ഡ് ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിലോട്ട് കിടത്തുന്നത് അതുപോലും ഒരു കൺസെന്റോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ താല്പര്യത്തിൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അടുത്തത് എൻടൈറ്റിൽമെന്റ്. അതായത് ഞാനാണ് ബ്രെഡ് വിന്നർ, ഞാനാണ്, അല്ലെങ്കിൽ നിനക്ക് ജോലിയുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ ഇൻകം ഞാനാണോ ഉണ്ടാക്കുന്നത്, ഞാൻ പുരുഷനല്ലേ, എനിക്കാണ് മസിൽ കൂടുതൽ. അപ്പം അങ്ങനെ ഒരു മേധാവിത്വം, ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് തരിക. അപ്പൊ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും നിന്റെ കാര്യത്തിൽ പോലും നീ ഏത് ഡ്രസ്സ് ഇടണം, നീ എവിടെ പോകണം, നീ ഏത് കൂട്ടുകാരോട് സംസാരിക്കണം, നിന്റെ വീട്ടുകാരോട് പോലും നീ സംസാരിക്കണോ വേണ്ടയോ, നിന്നെ അവരെ വിളിക്കണോ, എത്ര ദിവസം വിളിക്കണം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, അതായത് വൈഫിന്റെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ അതിനെ വരെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഭർത്താക്കന്മാർ വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇത് കണ്ടിന്യൂസ് പറഞ്ഞു എപ്പോഴും നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ആവും, പുള്ളിക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ, പുള്ളി പറയുന്ന അനുസരിച്ചിട്ടാണോ ഞാൻ നിൽക്കേണ്ടത്, അങ്ങനെ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാ പോലും ചെയ്യാത്ത കുട്ടികൾ വരെയുണ്ട്, സ്ത്രീകൾ വരെയുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ അവകാശമാണ്, അവർ പറയുന്ന പോലെയാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഞാൻ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, ഇങ്ങനെ സ്ത്രീകളാൽ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുന്ന പുരുഷന്മാരും ഉണ്ട്, രണ്ടുപേർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരുപാട് പെൺസുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ കേട്ടിട്ടുള്ളതും ഒക്കെ വെച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് പക്ഷെ ഒരിക്കലും ഞാൻ ഒരു ജെൻഡറിനെ കുറ്റപ്പെടുത്തി പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെന്ന് വെച്ചാൽ ഇവരൊരു ക്വിക്ക് ഇന്റിമസി ആയിരിക്കും. അപ്പം കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പെണ്ണ് കണ്ട് പോയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. ഈ അതുല്യയുടെ കേസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അതുല്യയുടെ കേസാണോ അത് മറ്റേ ആളുടെ ആണെന്ന് അറിയത്തില്ല. എനിവേ ഇങ്ങനെയാ അവർ പെട്ടെന്ന് ഇന്റിമേറ്റ് ആവും നമ്മളുടെ അടുത്ത്. അതായത് ഞാൻ നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടേ ഇല്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് നമുക്ക് എത്രയും വേഗം ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അവർ നിങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും എത്രയും വേഗം കല്യാണം കഴിക്കാൻ. അതൊന്നും നിങ്ങൾക്ക് ടൈം തരുന്നില്ല ആ ആളെ മനസ്സിലാക്കാനോ ആളെ കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് തരാതെ ഉടനെ വന്ന് നിർബന്ധിച്ച് എനിക്കിപ്പോൾ തന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ, കാരണം എങ്ങനെയെങ്കിലും എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു, ഇനി ആളുടെ ഭരണം മുഴുവൻ എൻ്റെ കയ്യിലോട്ട് കിട്ടണം, അപ്പൊ ആളെ എനിക്ക് കല്യാണം കഴിച്ച് കഴിയുന്ന ആ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം കൂടെ നിന്നിട്ട്, അവർക്ക് ഇൻലോസിന് പൊതുവെ അവർക്കൊരു ചെറിയ പുതുതായിട്ട് വന്നൊരാളെ ഇഷ്ടപ്പെട്ട് മോൻ കല്യാണം കഴിച്ച് കൊടുത്തതാണെങ്കിൽ പോലും തിരിച്ചു വരുമ്പം അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഫോറിൻ ബോഡി പോലെ അവർ ട്രീറ്റ് ചെയ്യുന്ന കൂടുതൽ പേരും. അപ്പൊ അവരുടെ ഒപ്പം നിന്ന് ഭർത്താവും അവരെ കുറ്റപ്പെടുത്തുക, ശരിക്കും പറഞ്ഞാൽ അവരത് അർഹിക്കുന്നില്ലേ സ്ത്രീകൾ ഒരു പരിഗണന ഭർത്താവിൽ നിന്ന്? കാരണം വെച്ചാല് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവല്ല ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. എപ്പോഴും ഭാര്യ അത്രയും കാലം അവൾ ജനിച്ചു വളർന്ന നാടും വീടും വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും എല്ലാം കളഞ്ഞ് അവര് വന്ന് ഭർത്താവിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ അവർക്കത് അവരുടെ അവകാശമാണ്. അവര് പുതിയൊരു വീട്ടില് പുതിയൊരു അംഗത്തെ പോലെ ബാക്കിയുള്ളവര് എന്തായാലും സ്വന്തം മകളെ കണക്ക് ഒരു അമ്മായിയമ്മയും ഒരു അമ്മായിപ്പനും സ്വന്തം മകളെ പോലെ ട്രീറ്റ് ചെയ്യത്തില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപൂർവമായിരിക്കും, പിന്നെ കുറെയൊക്കെ പുറമേക്ക് കാണിക്കുന്നതുമായിരിക്കും. ഇല്ലാത്ത കംപ്ലീറ്റ്ലി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ നമ്മൾ കാണുന്നത് ഒരിക്കലും സ്വന്തം മകളെ പോലെ മരുമകളെ കാണാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ തിരിച്ച് മരുമകനെ അങ്ങനെ കണ്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, കാരണം അവരുടെ വീട്ടിലല്ല പോയി നിൽക്കുന്നത്. പക്ഷെ തിരിച്ച് ഭാര്യ ഹസ്ബൻഡിന്റെ വീട്ടിൽ വരുമ്പോൾ അവര് ഇങ്ങനെ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ല. അതുപോലെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഫ്യൂ മന്ത്സ് അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള അവരുടെ അറ്റാച്ച്മെന്റ് പോലും. ആ ഭർത്താവിനോട് വരുന്ന സ്നേഹമായാലും
അവരോടുള്ള അവരോടുള്ള ഒരു കരുതലായിരിക്കും. അത്രയും നാളും അതൊക്കെ ആയിട്ടായിരിക്കും ആ സ്ത്രീ ആ വീട്ടിലോട്ട് വന്ന് കയറുന്നത്. പക്ഷെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ആ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ചിലപ്പോൾ ആ ഇൻസിഡൻസ് എല്ലാം ഒരു വർഷങ്ങൾക്ക് ശേഷം മറന്നുപോയെങ്കിൽ പോലും അന്ന് അവർ കേൾക്കുന്ന മുറിവുകൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മളൊരു ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഭാര്യനെ ഭർത്താവ് ഓരോ പ്രാവശ്യം കുറ്റപ്പെടുത്തുമ്പോൾ ഭാര്യ എന്നിട്ട് അയാൾ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് സോറി ചോദിക്കും. എന്റെ ഭാര്യ പറയും ഓക്കെ സോറി അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ ഇനി അടുത്ത ഓരോ പ്രാവശ്യം കുറ്റപ്പെടുത്തുമ്പോൾ ഒരാണി ഈ പലകയിൽ അടിക്കണമെന്ന് പറയും. അങ്ങനെ പുള്ളി ഓരോ പ്രാവശ്യം കുറ്റപ്പെടുത്തുമ്പോൾ ഒരാണി അടിക്കും. എന്നിട്ട് സോറി പറഞ്ഞ് അത് പോവും. എല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോഴത്തേന് പുള്ളി നോക്കുമ്പോൾ ഈ പലകയിൽ ആണി അടിക്കാനായിട്ട് ഇടവില്ല. കാരണം അത് ഫുള്ള് ഓട്ടയായി. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ആ പലക പിന്നെ ഇല്ല. അപ്പൊ നമ്മളെ എത്രത്തോളം വേദനിപ്പിച്ചാലും ആ ഇൻസിഡൻസ് നമ്മൾ മറക്കുമായിരിക്കും. പക്ഷെ ആ ഉണ്ടാക്കിയെടുക്കുന്ന മുറിവുകൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ആ പാർട്ട്ണറോടുള്ള സ്നേഹവും വിശ്വാസവും കരുതലും ഒക്കെയാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെയൊക്കെ സൈലന്റ് ഡിവോഴ്സ് നടക്കുക. അതായത് ആരും ലീഗലി ഡിവോഴ്സ് ആവുന്നില്ല. ഇതുപോലെ പരസ്പരം ഒരു കൂരയ്ക്ക് കീഴിൽ കുട്ടികളുടെ കാര്യങ്ങളും കോമൺ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകും. പക്ഷെ അതിനപ്പുറത്തോട്ട് അവരെന്താ പറയുന്നത്, അവരവരുടെ ഒരു ഇമോഷണൽ ബോണ്ട് അവർ തമ്മിൽ ഉണ്ടാവില്ല. ചിലപ്പം വർഷങ്ങളോളം സെക്ഷൽ റിലേഷൻഷിപ്പ് പോലും അവർ തമ്മിൽ ഉണ്ടാവത്തില്ല. പിന്നെ അടുത്തൊരു ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ടു ക്രിറ്റിസിസം. അതായത് അവര് ചെയ്യുന്ന ഒരു തെറ്റിന് അവരെന്തെങ്കിലും ഒരു കാര്യം ഒരു മിസ്റ്റേക്ക് ചെയ്തു, നിങ്ങൾ റിയാക്ട് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നില്ല, അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റേയില്ല. അത് അവരെ ഭയങ്കര ഇറിറ്റബിൾ ആക്കും. അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. പിന്നെ അവര് വേഗം അതിന് ബദലായിട്ട് അവർ നിങ്ങളെ ഒരു കുറ്റം പറയും. ഓ നിങ്ങൾ അത് ചെയ്തത് ശരിയായില്ല, പിന്നെ നീ പിന്നെ പെർഫെക്റ്റ് അല്ലേ. അവര് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ക്രിറ്റിസിസം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തേയില്ല. അത് അവരെ സംബന്ധിച്ച് എന്താ പറഞ്ഞ ഒരു ചങ്കിലൊരു സൂചി കുത്തുന്ന പോലത്തെ ഒരു ഫീലാണ്. പിന്നെന്ന് വെച്ചാല് ബ്ലെയിം അതേഴ്സ് ഫോർ എവറിത്തിങ്. അവര് എന്ത് കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ, ഓ ഇതിങ്ങനെ ചെയ്ത് ശരിയായില്ല നമ്മൾ പറയുവാണെങ്കിൽ അവര് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാവത്തേയില്ല. ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് ഇന്നയാള്, ചിലപ്പോൾ വഴി കൂടെ ആ ആൾ അതിലെ കൂടെ നടന്നു പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വരെ അവർ പറഞ്ഞു വെക്കും. അവർ ഒരിക്കലും അവരുടെ മിസ്റ്റേക്കിന് അവർ സമ്മതിച്ചിരുത്തില്ല. അവരത് പറഞ്ഞ് അത് വേറൊരാളിലേക്ക് അതിന്റെ അവസാനം നമുക്ക് മനസ്സിലാവും, ഇന്ന ആള് ചെയ്തിട്ടാണ് അങ്ങനെ സംഭവിച്ചെന്നുള്ള രീതിയിൽ വരെ ചിലപ്പോൾ അതിൽ ഒരു ലോജിക്കും ഉണ്ടാവത്തില്ല. അവർ പറയുന്ന റീസൺസിന് അവരെങ്ങനെയായാലും അവരുടെ മിസ്റ്റേക്ക് അവരുടേതാണെന്ന് അവർ സമ്മതിച്ചിരുത്തില്ല. അവർ മറ്റുള്ളവരിലേക്ക് കൊണ്ടുവയ്ക്കും. കല്യാണം കഴിഞ്ഞാലും ഇവർ ഇതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും അവരുടെ മിസ്റ്റേക്സിനെ അവർ അംഗീകരിക്കത്തില്ല. അവരൊരിക്കലും ചേഞ്ച് ആവാൻ അവർ ആഗ്രഹിക്കത്തില്ല. നിങ്ങൾ ചേഞ്ച് ആയിക്കോണം. നിങ്ങൾ അവരാഗ്രഹിക്കുന്ന പോലെ അവർക്ക് ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരുമ്പോൾ എടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട്, അവരുടെ കൈക്കരുത്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് നിങ്ങൾ മാറിക്കോണം. നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം സപ്രസ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഇമോഷൻസിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോണം. ആ ഒരു രീതിയിലായിരിക്കാം അവർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ കല്യാണത്തിന് മുമ്പേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ബിഹേവിയർ കാണുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ ലൈഫിലോട്ട് വരണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു നിയമം, മറ്റേ ആൾക്ക് വേറൊരു നിയമം. അങ്ങനെ അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാനോ, അവരുടെ പോയി ഒരു കോഫി കുടിക്കാനോ, ഒരു ഷോപ്പിങ്ങിന് പോകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കൂടെ വേറൊരു സ്ഥലത്ത് പോകാനോ ഒന്നും സാധിക്കത്തില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ കൺട്രോൾ തന്നെ അവർ വരുത്തും. അവിടെ പോകാൻ പാടില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ പാടില്ല. പിന്നെ അവള് കണ്ടില്ലേ, അവളുടെ കുട്ടികളൊക്കെ നോക്കാതെ കുഞ്ഞിനെ വല്ലോടത്ത് വെപ്പിച്ചിട്ട് അവള് കറങ്ങി നടക്കുക, കുഞ്ഞിനെ നോക്കണ്ട. അത് അവരുടെ വിചാരം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ നോക്കി വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം. നമ്മൾക്ക് നമ്മുടേതായ എന്റർടൈൻമെന്റ് ഒന്നും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവര്. കല്യാണം ഉറപ്പിച്ച് വെക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ അവർ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ദുശീലമുണ്ട്, അവർ കുടിക്കുന്ന ശീലമുണ്ട്, വലിക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും, അവരതിനൊക്കെ ഒരു റീസൺ കണ്ടുപിടിക്കും. അതായത് ഞാൻ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ കഷ്ടപ്പാട്, എനിക്ക് ശരീരവേദനയാണ്, എനിക്ക് അവിടെ വേദന ഇവിടെ വേദന, അപ്പൊ എനിക്ക് ഒരെണ്ണം അടിക്കുന്നത് അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ഭയങ്കര മുഴുക്കുടിയൊന്നും അല്ല. പിന്നെ വലിക്കുന്നത് എനിക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വലിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് അവര് ചിലപ്പം ചില ആളുകൾക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ ഫ്രണ്ട്സുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ കുറെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നല്ല ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവരൊരു എന്താ പറയുന്നത്, അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കുറെയൊക്കെ കഴിയുന്നവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണറിനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില സൈക്കോകളുണ്ട്, അവർക്ക് വെളിയിൽ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. അവർ ഈ കുടിക്കുന്നതും വലിക്കുന്നതും ഒക്കെ ഒറ്റയ്ക്ക് ഒരു കുപ്പി മേടിച്ച് അവർ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറെ എവിടെയും പോകത്തില്ല. അവർ നേരെ വീട്ടിൽ വരും,
വീട്ടിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന കുടിക്കുന്നത്. അപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ എന്താ, ഇവർക്ക് നല്ല ഇമേജ്, ഇവരെവിടെയും പോകുന്നില്ല, ഇവരാരുടെയും കൂടെ കൂടി പോകുന്നില്ല, കൂട്ടുകെട്ടുകളൊന്നുമില്ല, പുറത്തുനിന്ന് ആരുമില്ല. ചിലപ്പോൾ ഈ കുടുംബത്തിൽ തന്നെ കാണും കുറെ ആൾക്കാർ, ഇവരും ഒക്കെ ആയിട്ടായിരിക്കും കുടിക്കുന്നത്. ഭാര്യയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു അവരുടെ ഫീലിങ്സോ അവരുടെ കൂടെ ഇരിക്കണമെന്നോ അതൊന്നും ഇവർ മനസ്സിലാക്കത്തില്ല. അവർക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി അവർക്ക് കുടിക്കുക, ഒരു വലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളായിരിക്കും. അതിനെല്ലാം അവർ റീസണും കണ്ടുപിടിക്കും. ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഞാൻ എൻടൈറ്റിൽഡ് ആണ് അതിന്, എനിക്ക് അതിനുള്ള അവകാശമുണ്ട്, ഞാനത് എൻ്റെ ഒരു ശരീരത്തിന്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ നിങ്ങളെ അത് പറഞ്ഞ് അങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കും. നിങ്ങൾ എത്ര നിങ്ങൾ അവരോട് തർക്കിച്ചാലും ഈ ഈ അഭിപ്രായവാദങ്ങളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവർ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞ, ചില ആളുകൾ ഇവർക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ 24 hours നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ വൈഫിനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, വൈഫ് ആകാൻ പോകുന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കണം. കാരണം ഇവർക്ക് ഇങ്ങനെയുള്ള സൈക്കോൾക്ക് ആരുമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ് പോലും ഉണ്ടാവത്തില്ല. അവര് എല്ലാവരെയും, കാരണം എല്ലാവരെയും ഇവരിങ്ങനെ കുറ്റക്കാരായിട്ടാണ് കാണുന്നത്. അവര് മാത്രമാണ് ഈ ലൈഫിൽ പെർഫെക്റ്റ്, ബാക്കി എല്ലാവരും കൊള്ളാത്ത ആളുകളാണ് എന്നാണ് അവർ ചൂസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നാലും അവർക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവാം ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു ഫ്രണ്ട്സും ഇല്ലാത്ത ഒരാളെ നിങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വേണം. അത് മിക്കവാറും വല്ല മറ്റേ ഷമ്മി സൈക്കോ ആയിരിക്കും. അവർക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവേ ഉണ്ടാവത്തില്ല. അവർ 24 മണിക്കൂർ നിങ്ങളുടെ പുറകെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് 24 മണിക്കൂർ നിങ്ങളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ വിടാൻ പാടില്ല, ഇവിടെ വിടാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ദിവസം അവർ നിങ്ങളെ കണ്ടില്ലെങ്കിൽ പോലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അവരുടെ കൺട്രോളിലായിരിക്കും. ആ നിമിഷം തൊട്ടേ നിങ്ങളെ അവരുടെ കൺട്രോളിലാക്കിക്കൊണ്ടേയിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ സൂപ്പർഫിഷ്യൽ ചാം, അതായത് അവർ ഭയങ്കരമായിട്ട് ഒരുങ്ങി അവർ നല്ല നീറ്റ് ആൻഡ് കൂളായിട്ട് നല്ല അടിപൊളി നല്ല വിലയുള്ള വസ്ത്രങ്ങളും നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് അവർ ധരിച്ച് നടക്കും. കാരണം അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഇമേജ്, മറ്റുള്ളവർ എന്നെ എപ്പോഴും നല്ല വെൽ പ്രസന്റഡ് ആയിട്ടേ കാണാൻ പാടുള്ളൂ, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല വില കൂടിയ ഷൂസ് ധരിക്കുന്നു, ഞാൻ എപ്പോഴും നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവര് ചിലപ്പം നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ അവർ പറയും. ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഓ നീ ഭയങ്കര ക്യൂട്ടാണ്, നീ ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീ അടിപൊളിയാണ്, ഈ ഡ്രസ്സിൽ നീ അടിപൊളിയായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്ന് വരെ പറയും. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും അവർ ചുമ്മാ പറയുന്നതാ, അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടും കൂടി ഉണ്ടാവത്തില്ല. കുറച്ചാൾ കഴിയും, ആദ്യമൊക്കെ നമ്മൾ വിശ്വസിക്കായിരിക്കും, കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടും കൂടി ഉണ്ടാവത്തില്ല. അതായത് മറ്റുള്ളവർ അവരെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആളിങ്ങനെ വിവരിക്കും, ഓ അവരെന്നെ ഇങ്ങനെയാണ് കണ്ടത്, അവരിങ്ങനെ വിചാരിച്ചു കാണും, ഞാൻ ഭയങ്കര യങ് ആണ്, ഞാൻ ഭയങ്കര റിച്ച് ആണ് എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ മറ്റുള്ളവരെ എടുത്ത് അവരെ പ്രസന്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെ എപ്പോഴും അവരുടെ ഒരു ഫാന്റസി അങ്ങനെ ആയതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം സോഷ്യൽ മീഡിയസ് ഒക്കെ ഒരുപാട് റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെയോ ഒരു വീഡിയോ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും, ഇവള് പോക്കേഴ്സാ, അവരെ കുറിച്ച് ഒരു അറിവും ഉണ്ടാവത്തില്ലായിരിക്കും, അവർ നേരിട്ട് കണ്ട പോലെ ആയിരിക്കും അവർ പറഞ്ഞത്, ഇവള് പോക്കേഴ്സാ, ഇവൾ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, ഇവൻ അങ്ങനെയാ, ഇവൻ ഇങ്ങനെയാ, ഇവരിങ്ങനെ എടുത്തടിച്ച് കണക്കാനുള്ള നമ്മളെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് അവര് മുൻവിധിയോടെ അങ്ങ് സംസാരിച്ചേക്കുക. അവരങ്ങനെയാണ്, അവർ പോക്കേഴ്സ്, ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ളവര്, ഇച്ചിരി നന്നായിട്ട് സംസാരിക്കുന്നവര്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവര്, ഒരു ചെറിയ ടോപ്പ് ഇടുന്നവര്, ഇവരൊക്കെ പോക്കേഴ്സ് ആണ് എന്നവര് പറയും. പിന്നെ ആണുങ്ങളാണെങ്കിൽ പോലും അവരിങ്ങനെ അവരിച്ചിരി ഫ്രീക്കായിട്ടൊക്കെ നടക്കുവാണെങ്കിൽ പറയും, ഇവൻ ഫുള്ള് കഞ്ചാവാ എന്നുള്ള രീതിയിൽ അവരങ്ങ് പറഞ്ഞേക്കും. അങ്ങനെയാണ് അവര്. അപ്പം അങ്ങനെയൊക്കെ മുൻവിധിയോടെ സംസാരിക്കുന്ന ആളുകളെ സൂക്ഷിക്കണം. നാളെ നിങ്ങളെ കുറിച്ചും അങ്ങനെ അവർ പറയും. നിങ്ങളെ അവർ കൺട്രോൾ ചെയ്യും. അവർ പറയുന്ന ഡ്രസ്സുകളെ നിങ്ങൾ ധരിക്കാവൂ, അവർ പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ, അവർ പറയുന്നിടത്തേ പോകാവൂ, ഇങ്ങനെയൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്നും അവരോടുള്ള ഇടപെടലിൽ നിന്നും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടാം. ഇപ്പൊ നേരത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ പോലും ഞാൻ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമില്ലാത്തൊരു ലൈഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെയും കൂടെ അത് കാണിച്ച് അവരെ ലൈഫും കൂടെ സ്പോയിൽ ആക്കുന്നതിനേക്കാളും നല്ലത്. ചിലപ്പം ആ പെൺകുട്ടി ഉള്ളത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ചിന്തിക്കും ഇതാണ് ഫാമിലി ലൈഫ് എന്ന് അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് അവർ കാണുന്നതാണ് ലൈഫ് എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഒരാണാണെങ്കിലും ഭർത്താവ് ഭാര്യനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഭരിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഒരു
വീട്ടിൽ നിന്ന് മക്കള് കാണുന്നുണ്ടെങ്കിൽ അവരും, ഇപ്പൊ മോനാണ് അങ്ങനെ അച്ഛൻ അമ്മയെ ഭരിക്കുന്നത് കാണുവാണെങ്കിൽ അവനും നാളെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവന്റെ ഭാര്യയോട് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നായിരിക്കും അവനൊരു ലേണിംഗ് അവന്റെ ലൈഫിൽ നിന്ന്, അവന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഹെൽത്തി അല്ലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ആർക്കോ വേണ്ടി ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന പോലെ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് സെപ്പറേറ്റഡ് ആവുന്നതാണ്. അതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ആളുകൾ അത് മനസ്സിലാക്കി വരുന്നുണ്ട്. അതൊരു ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റിഗ്മ ആയിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും ഭാര്യമാർക്ക് ജോലി ഉണ്ടാവത്തില്ല, ഭർത്താവിന്റെ ഒരു ഇതിലായിരിക്കും കഴിയുന്നത്. തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അവർക്ക് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം പോലും കിട്ടുന്നതിന് മുമ്പേ ആയിരിക്കും, ഏർലി മാരേജ് ആയിരിക്കും, അവരെ നേരത്തെ 16-18 വയസ്സിലൊക്കെ പിടിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു പേടി അവർക്കുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അതില്ല. പിന്നെ കുറെയൊക്കെ അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇതൊരു ജയിൽ ജീവിതം പോലെ ജീവിച്ചു തീർക്കേണ്ടതാണെന്നൊരു തെറ്റിദ്ധാരണയെങ്കിലും പണ്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ അവര് സ്വന്തം മെന്റൽ ഹെൽത്തിനെയും ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ബിഹേവിയറിനെ, ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ അവരെ അങ്ങോട്ട് എൻകറേജ് ചെയ്യേണ്ട എന്നുള്ള രീതികളും എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏർലി അവർ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ലൈഫിൽ ഏത് സ്റ്റേജിലാണെങ്കിലും, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടുള്ളവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം റഷ് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെയുള്ള ആളുകൾ വേഗം കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ റഷ് ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു ചിന്തയുണ്ട്, കുട്ടിയായി കഴിഞ്ഞാൽ നിങ്ങളെ തളച്ചിട്ട പോലെ വേഗം ഒക്കെ ഒരു കുട്ടിയാവുമ്പോഴത്തേനും അവള് നീ പറയുന്നതൊക്കെ കേട്ട് നിന്നോളൂ എന്ന് അവരുടെ കൂട്ടുകാർ പോലും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ചിന്തയുള്ളവരുണ്ട്. വേഗം കുഞ്ഞാവൻ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ അടുത്തൊരു കുഞ്ഞാവൻ, അങ്ങനെ ഇവരിങ്ങനെ എല്ലാത്തിനും അവരിങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളെ. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ കല്യാണത്തിന് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതില് നിങ്ങളിങ്ങനെ അവരുടെ ആ ഒരു പറച്ചില് നിങ്ങൾ ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാതെ നിങ്ങൾ ടൈം എടുത്ത് ആലോചിക്കുക. ഇങ്ങനെയുള്ള ഈ ആൾ എനിക്ക് പെർഫെക്റ്റ് ആവുമോ? കല്യാണം എന്ന് വെച്ചാൽ അങ്ങനെ ചുമ്മാ ഒന്ന് പെണ്ണ് കണ്ട് ചായ കൊടുത്തു കഴിയുമ്പോൾ ഉടനെ കല്യാണത്തിലോട്ട് പോകേണ്ട ഒരു കാര്യമല്ല. കുറെയൊക്കെ പെണ്ണുങ്ങള് ആളെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന എന്തായിരിക്കും എന്നറിയോ? കല്യാണത്തിന് അന്ന് ആ ഒരു ബ്രൈഡൽ ഡ്രസ്സിൽ നല്ല സാരിയാണോ ഗൗണാണോ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അന്ന് നമ്മളാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. ഇതൊക്കെ ഈ ഒരു സെറിമണി മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ കുറിച്ച് മിക്ക പെൺകുട്ടികളും ആലോചിക്കാറില്ല. കല്യാണം കഴിഞ്ഞ് ആ ഒരു ലൈഫിലോട്ട് കടന്നു കഴിയുമ്പോഴാണ് അവർ കിടന്ന് കൈകാലിട്ടടിക്കുന്നത്. ഇപ്പം കുറെ പേർക്കും അതായത് ചിലപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പാരന്റ്സ് ചിലപ്പോൾ നിർബന്ധിച്ച് കല്യാണം കഴിച്ചൊന്നും ആയിരിക്കത്തില്ല. പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു, ആ ഒരു ഫാന്റസിയിൽ സ്വപ്നം കണ്ടു കിടന്ന് കല്യാണം കഴിച്ചു. പക്ഷെ അത് റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ 30s അല്ല, ആഫ്റ്റർ ഒരു 5, 7, 8, 10 years ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ എന്തും മണ്ടത്തരോ കാണിച്ചത്, എനിക്ക് എന്റെ തീരുമാനങ്ങൾ എനിക്ക് എടുക്കാറില്ല. കാരണം വെച്ചാൽ പക്വതയാവുന്നവരെ അവരെ നിർത്തുന്നില്ലല്ലോ. ചിന്തിച്ച് തുടങ്ങാനുള്ള നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെയുള്ള ചിന്തകളും മെച്ചുവർ ആയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന പ്രായത്തിന് മുമ്പേ കല്യാണം കഴിച്ച് വിടുന്നവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റഷ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട്, നിങ്ങളുടെ വീട്ടുകാരായാലും ആരായാലും നിങ്ങളെ നിർബന്ധിച്ചാലും നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഈ പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ആ ഒരു ബോധത്തോടെ നിങ്ങൾ ചിന്തിക്കുക. നല്ലതായിട്ട് ആലോചിച്ച് 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവ് ചെയ്യുക. അവർ മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ചിലർ കല്യാണത്തിന് മുമ്പേയൊക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും അവർ കുടിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഒരു ബോധവും ഇല്ലാതായിരിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, നീ എവിടെയാ നിൽക്കുന്നത്, നീ ഇപ്പൊ എവിടെയാ, നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ആരെങ്കിലും വീട്ടിൽ ഒരു കല്യാണത്തിന് പോയെങ്കിൽ എന്തിനാ തലേന്ന് പോയത്, നീ എന്തിനാ അവിടെ സ്റ്റേ ചെയ്യുന്നത്, അവിടെ കസിൻസ് ഒക്കെ ഇല്ലേ, നിങ്ങളുടെ കസിൻസ് അതായത് നിങ്ങളുടെ സഹോദരങ്ങളോട് പോലും കൂട്ടിച്ചേർത്ത് അവർ സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു ബന്ധത്തിന് നിങ്ങൾ കൈ കൊടുത്തേക്കരുത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. സെറ്റ് ബൗണ്ടറീസ് ഏർലി. അതായത് ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു സുഹൃത്തുണ്ടാവും, കാര്യപ്രാപ്തിയുള്ള സഹോദരങ്ങളുണ്ടാവും, കാര്യപ്രാപ്തിയുള്ള നമ്മുടെ മാതാപിതാക്കള്. അപ്പൊ ഇവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവരാരെങ്കിലും ഒന്നുകൂടെ ആലോചിക്കണം, ഇത് ശരിയാവോ എന്ന് പറഞ്ഞു എന്ന് നിങ്ങളൊരു വാക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ അവര് ആ ആളെ ശത്രുവായിട്ട് കാണാൻ ശ്രമിക്കും. എന്നിട്ട് മാക്സിമം അങ്ങനെ നിങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ നിങ്ങളെ അകറ്റാൻ വേണ്ടി അവർ ശ്രമിക്കും. അവരുമായിട്ട് മിണ്ടാൻ പാടില്ല, അവരുമായിട്ട് കൂടാൻ പാടില്ല. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇനിയിപ്പോ അവള് പറയുന്നത് പോലെ ഇനി കോപ്പി ചെയ്യും, അവള് പറയുന്ന പോലെ അവള് ചെയ്യും,
ചിന്തിക്കും. അപ്പൊ എനിക്ക് ഇവളെ നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് അവര് നിങ്ങളുടെ അങ്ങനെ പറയുന്ന ഒരു സഹോദരങ്ങളാവാം, അങ്ങനെ പറയുന്ന കൂട്ടുകാരാവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ നമ്മുടെ ലൈഫും നമ്മുടെ കാര്യങ്ങളും നോക്കണം, നമ്മുടെ മീ ടൈം കണ്ടെത്തണം. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ടൂർ പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ചില അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സുഹൃത്തുക്കളായിട്ട് അവള് പോക്കേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കുക. ഇൻവോൾവ് ട്രസ്റ്റഡ് പീപ്പിൾ, ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളോടോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ നിങ്ങൾ ആ അഭിപ്രായം ചോദിക്കുക. നിങ്ങൾ കല്യാണം ഉറപ്പിച്ചു വെച്ച സമയത്ത് അല്ലെ നേർലി മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായ, നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ അവരിൽ നിന്നൊരു ഒപ്പീനിയൻ നിങ്ങൾ ആവശ്യപ്പെടുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ അവരെക്കാൾ നന്നായിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യോ, അവരെക്കാൾ നന്നായിട്ട് നിങ്ങൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് നിങ്ങൾ ഭയങ്കര കൂടുതൽ യങ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. അതായത് ഇനിയിപ്പം ഇവളല്ലെങ്കിൽ ഇവൻ ഇത്രയും ഭംഗിയായതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും വന്ന് ഇവരുടെ ഇടയ്ക്കോട്ട് വരുവോ, വേറെ ആരെങ്കിലും ഇവളെ കൊത്തിക്കൊണ്ടു പോകും, ഇവനെ ഇങ്ങനെ കൊണ്ടുപോകുവോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് അവര് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലിടും. അതായത് നിങ്ങൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പാർലറിൽ പോയിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നിന്റെ വയറ് നോക്കിക്കേ ചാടിയിരിക്കുന്നു, നിന്റെ വേസ്റ്റ് നോക്കിക്കേ, ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല, സ്ലീവ്ലെസ് നിനക്ക് ഇടാൻ പറ്റുന്നില്ല, ഈ കൈ നോക്കിക്കേ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ബോഡി ഷേമിങ് ചെയ്യുക. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടി ആയതിനു ശേഷമായിരിക്കും മറ്റുള്ളവർ വരുമ്പം ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോഴോ വൈഫിനെ ബോഡി ഷെയിം ചെയ്യുക. ഇവരൊക്കെ ഒട്ടും കൾച്ചർ ഇല്ലാത്ത ആളുകളാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കുക. അവിടെ ഇരുന്നിട്ട് അവരുടെ മുന്നിൽ ആ ആളുകളുടെ ഇടയിൽ ഇരുന്ന് ഭാര്യയുടെ ശരീരത്തെ കുറിച്ച് ഇങ്ങനെ പറയുക, ഇത് നോക്കിക്കേ, കാല് നോക്കിക്കേ, ഇത്ര കിലോ ഉണ്ട്, അല്ലെങ്കിൽ ശരീരം നോക്കിക്കേ, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ബോഡി ഷെയിം ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഒട്ടും എന്താ പറയുന്നത്, കൾച്ചറുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമോ? അങ്ങനെ സംസാരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. അത് നിങ്ങളുടെ ഉള്ളിൽ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ചിന്ത വരും, അയ്യോ ഞാൻ കൊള്ളത്തില്ലേ, എനിക്കിനി ഇപ്പൊ ഇങ്ങനെ, അവര് ഏത് ഡ്രസ്സാണോ നിങ്ങൾ ഇടാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിക്കുന്നത്, ആ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ വൾഗറാണെന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ അവർ നേരത്തെ തന്നെ വരുത്തിക്കും. അപ്പൊ നിങ്ങൾക്ക് പേടി വരും, ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് ചേരത്തില്ല, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കണ്ടിന്യൂസ് പറഞ്ഞ് പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് അവരിടവരുത്തും. നിങ്ങൾ ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യത്തില്ല, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതോ നല്ലത് പറയുന്നതോ ഒക്കെ ഇവർക്ക് പേടിയാ. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ അവർ ചിന്തിക്കുമോ ഇങ്ങനെയൊക്കെ അവർ നല്ലത് പറയുമ്പോൾ ഇനിയിപ്പം അവൾ ഇനി ഭയങ്കര ബോൾഡ് ആവുമോ, അവൾ ഇനിയിപ്പം നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാണ്ടിരിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ അവരിനിയിപ്പം വേറെ ആളുകൾ അട്രാക്ട് ചെയ്ത് അവരെ കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെ കല്യാണത്തിന് മുന്നേ ആയാലും കല്യാണത്തിന് ശേഷമായാലും ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റി ഫീൽ അവർക്കുണ്ടാവും. പിന്നെ വേറൊരു കാര്യമാണ്, നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ ഒരു ശമ്പളം നിങ്ങൾ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു മേധാവിത്വം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ വരും, എന്നെക്കാളും ശമ്പളം അവളാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ എന്നെക്കാളും ശമ്പളം അദ്ദേഹമാണ് മേടിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു വിലയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം റെസ്ട്രിക്ട് ചെയ്യുമോ, എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പറയാം, നീ അത് കൂടുതൽ ശമ്പളം മേടിക്കുന്നോണ്ടായിരിക്കും നീ ഇപ്പൊ എന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ തിരിച്ചൊന്നും പറയത്തില്ല. കാരണം അത് നമ്മുടെ ഉള്ളിൽ, ദൈവമേ ഞാൻ ഇനിയിപ്പോ അങ്ങനെ പറയുമ്പോൾ പുള്ളി അങ്ങനെ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, പുള്ളിക്ക് അങ്ങനെ ഒരു വിഷമം വരുത്താൻ പാടില്ലെന്നൊരു ഗിൽറ്റി ഫീൽ നമ്മുടെ ഉള്ളിൽ അവർ ഉണ്ടാക്കുക, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾക്ക് അറിയാം അടിപൊളിയായിട്ട് അവരെ കുറ്റം പറയാത്ത രീതിയിൽ നമ്മളാണ് കുറ്റക്കാരി അല്ലെങ്കിൽ നമ്മളാണ് കുറ്റക്കാരൻ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് പറ്റും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആളുകളെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒരു ഫ്രണ്ടിനെ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരിചയപ്പെടുന്ന ഒരാളെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമെങ്കിൽ നിങ്ങൾ എത്ര കാലം അവരുമായിട്ട് ഇടപഴകി ഗ്രാജുവലി അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയി അവരുടെ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങളൊരു വേറൊരാളെടുത്ത് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങൾ പറയുള്ളൂ. അതിന് നിങ്ങൾ എത്രത്തോളം സമയം എടുക്കുന്നു, എത്രത്തോളം നിങ്ങൾ ചിന്തിക്കുന്നു, എത്രത്തോളം എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം ഒന്നും അറിയാതെ ജസ്റ്റ് വീട്ടുകാർ അലയൻസ് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ ഒരു ചായ കൊടുത്ത് പരിചയം കൊണ്ട് അവരെ ഫോൺ ചെയ്ത് കുറച്ച് നാൾ സംസാരിച്ച്, ചിലപ്പോൾ അതുപോലും ഉണ്ടാവത്തില്ല, 10-15 ദിവസത്തെ ഗ്യാപ്പിൽ കല്യാണം കഴിച്ച് പിന്നാണ് നമ്മൾ അവരുടെ ലൈഫ് അവരുടെ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമ്മളുമായിട്ട് മിസ്മാച്ച് ആയിരിക്കും അവര്. ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന സ്വഭാവങ്ങളോ ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതികളോ ആയിരിക്കത്തില്ല അവരുടെ. അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ജീൻ, ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പനും അമ്മയും സഹോദരങ്ങളും, ഡിഫറെന്റ് സമൂഹം നമ്മളെ വാർത്തുണ്ടാക്കിയെടുത്തേക്കുന്ന അടുത്തുനിന്നാണ് നമ്മൾ വേറൊരു ആളുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പം
കുറെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾ കുറെയൊക്കെ അഡാപ്റ്റീവ് ബിഹേവിയർ അവർക്ക് ഉള്ളതുകൊണ്ട് ഒത്തിരി അവർ സഹിച്ചതിന് ശേഷമാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പൊ ഈ കുറെയൊക്കെ മുറിവ് നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് നമ്മൾ പറയാണ്ട് പ്രതികരിക്കാണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കാൻ നമ്മളെ അനുവദിക്കാണ്ട്, നമ്മുടെ ശബ്ദം ഉയർത്താൻ അവർ അനുവദിക്കാതെ നമ്മളെ സപ്രസ് ചെയ്ത് വെക്കുമ്പം പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ അത് പൊട്ടിത്തെറിയായിരിക്കും. ആ പൊട്ടിത്തെറി ഒന്നുകിൽ കലാശിക്കുന്നത് ഒന്നെങ്കിൽ ഒരു കൊലപാതകം, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ. ഇത് രണ്ടും നമുക്ക് വേണ്ട. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കളയണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മൾക്കൊരു ലൈഫേ ഉള്ളൂ. നമുക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഒരു സമയം വരെ നമ്മുടെ മാതാപിതാക്കൾ കേട്ടേക്കുന്നത് നമ്മൾ സിനിമയിൽ പോലും കണ്ടിട്ടുണ്ട്. ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് മരിക്കാൻ. ഭാരം എന്താ? പെമ്മക്കളാ. അതാണ് നമ്മൾ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടുവച്ചേക്കുന്ന ഒരു കേട്ടു വെച്ചേക്കുന്ന ഒരു സ്ഥിരം ഡയലോഗ് പോലും. അപ്പൊ അവർക്ക് പെൺപിള്ളേർക്ക് 17-16 വയസ്സാകുമ്പോഴേ അവർക്ക് ടെൻഷനാ. 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു വരണം. കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ എന്തോ വലിയൊരു ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ് മാതാപിതാക്കൾക്ക്. അത് മാറി വരുന്നുണ്ട്. നമ്മുടെ ഇനി അങ്ങോട്ട് പോകെ അങ്ങനത്തെ ഒരു ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കുട്ടികളെ ഇനി ഒരു കല്യാണം നമ്മൾ ആലോചിച്ച് നടത്തണോ വേണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ തന്നെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് കണക്ക് എല്ലാവരും ആലോചിക്കും. പക്ഷെ പണ്ട് നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്ന ഭർത്താവ്, നമ്മളെ ഇങ്ങനെ എല്ലാത്തിനും നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഭർത്താവ്, നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ? നമ്മുടെ സ്വാതന്ത്ര്യം ഒരാൾ നമുക്ക് അനുവദിച്ചു തരേണ്ട കാര്യമില്ല. എന്റെ സ്വാതന്ത്ര്യം, എന്റെ ശരീരം, എന്റെ മനസ്സും എല്ലാം എന്റെ സ്വാതന്ത്ര്യമാണ്. അതിൽ വേറൊരാൾ എനിക്ക് അഭിപ്രായം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ സൊല്യൂഷൻ ചോദിച്ചാൽ ആ ആൾക്ക് പറഞ്ഞു തരാം. അതിനപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തിടണം, ഞാൻ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, ഞാൻ ആരുടെ കൂടെ സംസാരിക്കണം, ആരുടെ കൂടെ ഇടപഴകണം എന്നുള്ളത് വേറൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ ജീവിതം അത് എന്തൊക്കെ കാണണം, എന്തൊക്കെ സക്സസ് ജീവിതത്തിൽ നേടാനുണ്ട്, എത്രത്തോളം പഠിച്ചുയരാനുണ്ട്, നല്ല ജോലി മേടിക്കാനുണ്ട്, ആ കുഞ്ഞിന്റെ ജീവിതം നിങ്ങൾ കളയുന്നതിന് അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഇത് കണക്ക് ഇപ്പൊ മാതാപിതാക്കൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയവരല്ലേ. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലോട്ട് വരാനായിട്ട് പറ്റും. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. ആർക്കും ഈസിലി ഒന്നും അവൈലബിൾ അല്ല. എല്ലാവരും സ്ട്രഗിൾ ചെയ്താണ് നമ്മളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞാണെങ്കിൽ ഒരു വാടക വീട്ടിലോട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാറാലോ. നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാളുണ്ടാവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവും അങ്ങനെ ഒരു സപ്പോർട്ട്. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഈ ഭൂമിയിൽ ഇത്രയും മനുഷ്യരില്ലേ, എവിടെയെങ്കിലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ഫാമിലി ലൈഫുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്ത്, ഇപ്പം ഒരുപാട് സെൽഫ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ആരും ഒരു ആത്മഹത്യ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ആരും വരരുത് എന്ന് തന്നെയാണ് പ്രാർത്ഥനയും ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നതും. അപ്പം ആരും ഈ ഭൂമിയിൽ പെർഫെക്റ്റ് അല്ല. നമുക്ക് ആരെയും കുഞ്ഞുനാൾ മുതൽ നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കൾ മുതൽ നമ്മൾ സഹവസിച്ച സഹോദരങ്ങൾ, സമൂഹവും കൂടെയാണ് നമ്മളെ വാർത്തെടുക്കുന്നത്. നമുക്ക് ഒരാളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, മാറി വഴി നടക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ വളർത്താനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിനെ, നമ്മുടെ ഫാമിലി ലൈഫിൽ ചിലർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളെ വിളിച്ചോണ്ട് വരും. പക്ഷെ അവരപ്പോഴും അടുത്തൊരു കല്യാണം കഴിച്ചു വിടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അതിനെ ട്രൈ ചെയ്യുന്നത്. അതും പൊട്ടത്തരമാണ്. എന്തെങ്കിലും മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കൂ. അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് വേറൊരു മാരേജ് അല്ല വേണ്ടത്. അത് അവർക്ക് ചൂടുവെള്ളത്തിൽ വീണ ഒരു പൂച്ചയെ പോലെ. അവർക്ക് അടുത്തൊരു ലൈഫിലോട്ട് ഈസിലി പോകാൻ പറ്റത്തില്ല. അതും അവർക്കൊരു പേടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർ ചിന്തിക്കും, എന്തിനാണ് ഞാൻ ഈ ഒരു മാരേജിൽ നിന്ന് ഞാൻ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഇനി അടുത്തൊരു മാരേജിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അന്നേരം അവർ ചിന്തിക്കും പുതിയൊരെണ്ണത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ പരിചയമായതിനകത്ത് നിൽക്കാം എന്ന് ഓർത്തിട്ട് അവർ തിരിച്ചു പോകും. ഒട്ടും സഹിക്കാതെ വരുമ്പോഴായിരിക്കും ഇങ്ങനെ ആത്മഹത്യയും അല്ലെങ്കിൽ കൊലപാതകവും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം എൻ്റെ വ്യൂവേഴ്സ് ആരെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ എന്നോടും പറയാം. പേഴ്സണലി എനിക്ക് ഇമെയിൽ അയക്കാം, കോണ്ടാക്ട് ചെയ്യാം. അപ്പം എല്ലാവിധ സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിയുന്നത്ര മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു നിമിഷമെങ്കിലും അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പല അപകടങ്ങളും ഒഴിവാക്കാൻ പറ്റും. എന്തൊരൊച്ച, ആ മനുഷ്യൻ പുല്ല് വെട്ടിയോ.
അപ്പൊ എനിവേ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് വീഡിയോ കാണണമെന്ന് ആവശ്യമുള്ളവരിലേക്ക്, നിങ്ങൾക്ക് തോന്നുന്ന ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.